ഹായ് ഓൾ, മിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു സ്റ്റാഫെങ്കിലും ഉള്ള ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്, കുറേ ആളുകളെ ഒന്നിലധികം ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു ലീഡറാണ് എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു മാനേജർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനെ ഏതെങ്കിലും നിലകളിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് ഒരു സംശയമില്ല. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വരുമോ? ഓക്കെ, താങ്ക് യു. ഇപ്പോഴും ചെയ്യാത്തവരുണ്ടെന്നറിയാം, വീഡിയോ കഴിയുമ്പോഴത്തേക്കിന് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു എംപ്ലോയി എങ്കിലും ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാലിച്ചു പോരേണ്ട, അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ പാലിച്ചു വരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ റീസെൻ്റായിട്ടൊരു ന്യൂസ് കണ്ടു. നമ്മുടെ കേരളത്തിൽ 10,000-കണക്കിന് ഈ കഴിഞ്ഞൊരു വർഷം 10,000-കണക്കിന് ചെറുകിട സംരംഭങ്ങൾ പൂട്ടിപ്പോയി എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടാവും കേട്ടോ, നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ, ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ, നമ്മുടെ സബോർഡിനേറ്റിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീസിയേഷനാണ്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഈവൻ ചെറുതാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർ നന്നായിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ, ആഹാ കൊള്ളാമല്ലോ, നീ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ ആരാണെങ്കിലും സാധനം മേടിച്ചു പോകും കേട്ടോ, ഇപ്പോൾ അവർ വന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അവർ വീണ്ടും വരും എന്ന് അവരോട് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടും. കാരണം നമ്മുടെ ബിസിനസ് സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും അതിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. നമ്മൾ ആളുകളെ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യുക, അവർ ദേഷ്യപ്പെട്ട പോലും നമ്മൾ സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ മറുപടി കൊടുക്കുക, റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ നമ്മൾ ആളുകളോട് ഇടപെട്ടാൽ നമുക്ക് വീണ്ടും കസ്റ്റമേഴ്സിനെ കിട്ടും. അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ഫീലിങ്സ് എല്ലാം ഇടാൻ ഉള്ള ഒരു ഗാർബേജ് അല്ല നമ്മുടെ സബോർഡിനേറ്റ്സ് ഓർ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. നമ്മൾ പല ഫീലിങ്സിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ അവരെ വിളിച്ച് ഒരു റിപ്പോർട്ടുകളും ചോദിക്കാതിരിക്കുക. കാരണം നമ്മൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. അത് അവർക്ക് ചിലപ്പം ഉണക്കാൻ പറ്റാത്ത മുറിവുകൾ പക്ഷേ അവരുടെ മനസ്സിലേക്ക് ഏൽപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവരപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വർക്കിൽ അവർ എന്തായിരിക്കത്തില്ല, 100% പെർഫെക്ഷൻ കൊണ്ടുവരത്തില്ല, അല്ലെങ്കിൽ അവർ അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി അവർ വർക്ക് ചെയ്യണമെന്നില്ല. അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി അവരോട് ഇടപെടാൻ ശ്രമിക്കുക. കാരണം അവർക്ക് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നല്ല പൊട്ടൻഷ്യലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. നല്ല ആത്മാർത്ഥതയുള്ള ജോലിക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഭാഗ്യം തന്നെയാണ്. ഒരു പരിധി വരെ നമ്മൾ അങ്ങനെയുള്ളവരെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സാലറി സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എംപ്ലോയീസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം ജോലി ചെയ്യാനായിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ്, നമ്മളെല്ലാം ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും നേടണം, എന്നാൽ മാത്രമേ നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ മറ്റെല്ലാവരും ജീവിക്കുന്ന പോലെ സൊസൈറ്റി ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു ചെറുകിട സ്ഥാപനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ഇൻഫർമേഷനും ഇല്ല, അവർക്കൊരു വ്യക്തതയില്ല. ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ സാലറി കൂട്ടി കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ വർഷവും ഇങ്ങനെ കൂട്ടി കൊടുക്കാൻ പറ്റുമോ? ചെറിയൊരു എമൗണ്ട് കൂട്ടി കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം. അത് വളരെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ നിങ്ങൾക്കിപ്പം 5, 10, 15 എംപ്ലോയീസ് ഉള്ളതാണെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുമെന്ന്
വ്യക്തമായ ഒരു പിക്ചർ അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ മൈൻഡിൽ അവരത് സ്റ്റോർ ചെയ്യുകയും അതെ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഇത്രയും സാലറി കിട്ടും, അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം ഇത്ര സാലറി കിട്ടും എന്ന്, അല്ലെങ്കിൽ എനിക്കൊരു മൂന്നാമത്തെ വർഷം എനിക്ക് ഇന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടും, ഞാനിപ്പോൾ സെയിൽസ്മാൻ ആണെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സൂപ്പർവൈസറുടെ റോൾ കിട്ടും, അല്ലെങ്കിൽ ക്യാഷിലേക്ക് ഒരു റോൾ ഉണ്ടാവും. അങ്ങനെ അവർക്ക് കൃത്യമായ ഒരു പിക്ചർ കൊടുക്കണം. ഒരു 5 years അവർ വേറൊരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇടവരാത്ത രീതിയിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അവരുടെ കരിയറിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 5 വർഷത്തിനുള്ളിൽ അവർക്ക് ഒരു മാസത്തിൽ ഒരു ലീവെങ്കിലും മിനിമം അവർക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. പിന്നെ ലീവ് എൻകാഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ എല്ലാവരും ലീവ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലീവ് എടുക്കുന്നവരും എടുക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ലീവ് എടുക്കാത്തവർക്ക് ആ ലീവ് എൻകാഷ്മെൻറ്റ്, ആ ഒരു ദിവസത്തെ എമൗണ്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ സാധിക്കണം. അതൊരിക്കലും നഷ്ടമല്ല, നഷ്ടമെന്ന് ഒരിക്കലും നിങ്ങൾ കണക്ക് കൂട്ടരുത്. പലപ്പോഴും സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു എക്സ്പെൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ്. മാനുവലി നമ്മൾ പറയുമ്പോൾ അതൊരു നിങ്ങൾ ഗുഡ് വിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്നു, അവിടുത്തെ എംപ്ലോയി വളരെ നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്തെന്ന് വെച്ചോ, നമ്മൾ വീണ്ടും അവിടെ പോകാനുള്ള കാരണം ആ എംപ്ലോയിയാണ്. അയാളാണ് ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു പേരുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാക്കുന്ന ഒരു ഗുഡ് വില്ല് അവരവിടുന്ന് റിസൈൻ ചെയ്തു പോകുമ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. നമുക്ക് വേറൊരാളെ നന്നായിട്ട് ഇടപെടാൻ പറ്റുന്ന വേറൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരുണ്ടാക്കി വെച്ച ആ ഗുഡ് വില്ല് അവിടെ റിമെയിൻ ചെയ്യും. പിന്നെയും വരുമ്പോൾ പുള്ളി പോയോ, എന്നാലും കുഴപ്പമില്ല, ഇപ്പം നിൽക്കുന്ന പിള്ളേർ നല്ല പിള്ളേരാണ് എന്ന് ആളുകൾ സംസാരിക്കും. അങ്ങനെ 2-3 സെറ്റ് എംപ്ലോയീസ് മാറിയാൽ പോലും അവിടുത്തെ എംപ്ലോയീസ് എല്ലാം സൂപ്പർ എംപ്ലോയീസ്, പൊളി പിള്ളേരാണ് അവിടെ നിൽക്കുന്നത്. ഒരാൾ പോയാൽ എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ എവിടുന്നെങ്കിലും അവർ കൊണ്ടുവന്നിടും എന്ന ഒരു സംസാരം ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിയ നിങ്ങൾ ലീഡർ തന്നെയാണ്. അപ്പോൾ ലീവിൻ്റെ കാര്യം അതുപോലെയുള്ള ഗുഡ് വില്ലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. എംപ്ലോയീസ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഗുഡ് വില്ലിനെ കുറിച്ച്. അതുകൊണ്ട് ലീവ് എൻകാഷ്മെൻറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എല്ലാ മാസവും നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടെന്ന് വെച്ചു. നിങ്ങൾ പറയുവാണ് ഈ അടുത്ത മാസം നിങ്ങൾക്ക് 1,20,000 രൂപയുടെ അല്ലെങ്കിൽ 1,30,000 രൂപ, ഡബിൾ ഒന്നും ആക്കി കളയരുത്, 1,20,000 ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, സെയിൽസ് നടത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഇൻസെൻറ്റീവ് തരും എന്ന് പറയുക. എന്നിട്ട് അവരത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക. അപ്പോൾ ഇതും അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയിട്ട് അവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. 2-3 എംപ്ലോയീസ് ഉള്ളെങ്കിലും അവരെ വിളിച്ചിരുത്തി സംസാരിക്കണം. അവർക്ക് ഇതൊരു പ്രൊഫഷണലായി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് അവർക്ക് തോന്നലുണ്ടാവണം. ഒരു പ്രൊഫഷണലിസം നമ്മളതിൽ കൊണ്ടുവരണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നതിലാണ്. ഒരു ½ kg കേക്ക് ഒന്നും വാങ്ങിക്കാൻ അധികം പൈസ ഒന്നും ആകത്തില്ല. 10, 250, 300 രൂപ കൊണ്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും. അവരതിന് എപ്പോഴും നമ്മളോട് കടപ്പെട്ടിരിക്കും. നമ്മുടെ എല്ലാ എംപ്ലോയീസിൻ്റെയും ബർത്ത്ഡേ കഴിയുന്നത്ര നിങ്ങൾ എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും വിളിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകളും ഒരു ഗ്രോണപ്പ് ആയി കഴിഞ്ഞാൽ അവരുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നവരല്ല. അപ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ആധാർ എംപ്ലോയീസിനെ കൂടെ വിളിച്ചിട്ട് ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യുക. അവർക്ക് പറ്റുമെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക. അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന അവരുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഞാനിത് പലയിടത്തും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വളരെയധികം സക്സസ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിനോട് പറയുന്ന എല്ലാ കാര്യങ്ങളും, ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയ കാര്യങ്ങളുമാണ്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? അതുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് നല്ല എംപ്ലോയീസ് ഉണ്ട്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവരെയും പറ്റുമെങ്കിൽ അവരുടെ ഫാമിലിയും കൂട്ടി ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ലഞ്ച്, അതിനുശേഷം ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക. അവരെ കൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുക. അവരെ അവിടെയൊക്കെ ഒന്നുകൊണ്ട് കാണിക്കുക. ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പോലും, ഈവൻ ഒരു 40 to 50 കിലോമീറ്റർ ആണെങ്കിൽ പോലും കൊണ്ടുപോകുക. അതൊരിക്കലും ഒരു നഷ്ടമല്ല. അവരത്രയ്ക്ക് നമ്മളോട് സ്നേഹമുള്ളവരും അതുപോലെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും.
പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രീറ്റുകൾ, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അവർക്കൊരു ഡിന്നർ ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലഞ്ച് ഓഫർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവർ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവരോട് പറയുക, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നീ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരുന്നു, നീ അവിടെ ഓഫീസിൽ പോയിരുന്നു, നീ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. അവരിപ്പോൾ വയ്യാതിരിക്കുന്ന സമയമെന്ന് വെച്ചെങ്കിൽ അവരോട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. മറ്റുള്ളവരോട് പറയുക, അവർ ഫിസിക്കലി വെല്ലല്ല, നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വെറുതെ ലീവ് എടുത്ത് എന്തിനാണ് ഒരു ലീവിൻ്റെ ക്യാഷ് പോകുന്നത്, അതുകൊണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ അവരുടെ ഒരു മനുഷ്യത്വപരമായിട്ട് അവരോട് ഇടപെടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് 4ാമത്തെ കാര്യം. നമുക്കൊരു ഹെൽത്ത് റിലേഷൻഷിപ്പ് നമ്മുടെ എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ എന്ന് ഓർമ്മിക്കും, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തോട് അവർ ഏറ്റവും അധികം കൂറും മമതയും പുലർത്തുകയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ ഒരു എംപ്ലോയീസ് മാത്രം വിചാരിച്ചാൽ നമ്മുടെ സ്ഥാപനം വളരുമോ? 100% എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അതിന് ഒരു സ്ഥാപനം വളർത്തുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മാർക്കറ്റിംഗ്. നമ്മുടെ പ്രോഡക്റ്റുകളും സർവീസും മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു പാർട്ട് ബി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന, വലിയ എക്സ്പെൻസ് വരുന്ന രീതിയിലൊന്നുമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് എപ്പം ഇതിൻ്റെ പാർട്ട് ബി നമ്മൾ ചെയ്യുന്നതായിരിക്കും. എപ്പോഴും എനിക്ക് 100 കമൻറ്റ്സ് തികയുന്നോ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ബി നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ കാണും. അതുവരെ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.